Hello, my dear learners. Let us start a new story titled The Giving Tree. Fifth standard students, this is a picture story. You can see many pictures here. Under these pictures, you can see the story part. Let us read and enjoy. We can see a tree here. That tree is a giving tree. That tree is giving everything to the boy whom the tree is playing with. So let us start. Once there was a tree. There was a little boy too. Every day the boy would come to the tree. The tree was his intimate friend. Intimate means close friend, real friend, a true friend. ഒരിക്കൽ ഒരു മരമുണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ കുട്ടി മരത്തിൻ്റെ അടുക്ക വരും. ഈ മരവും ഈ കുട്ടിയും ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. He would gather her leaves and make them into crowns and play king of the forest. കുട്ടി എന്ത് ചെയ്യും? കുട്ടി മരത്തിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് എന്തുണ്ടാക്കും? കിരീടമുണ്ടാക്കും അല്ലേ? നമ്മൾ പ്ലാവില കൊണ്ടൊക്കെ കിരീടം ഉണ്ടാക്കില്ലേ? കിരീടം ഉണ്ടാക്കിയിട്ട് കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആയിട്ട് കളിക്കും, കാട്ടിലെ രാജാവായിട്ട് കളിക്കും. മൂന്നാമത്തെ പിക്ചർ നോക്കൂ. He would climb up her trunk, swing from her branches, pluck her fruits and eat them. അപ്പോൾ മരത്തിൽ കയറും, എന്നിട്ട് ഊഞ്ഞാലാടും, മരച്ചില്ലകളിൽ ഊഞ്ഞാലാടും, പഴങ്ങളൊക്കെ പറിച്ച് കഴിക്കും. They would play hide and seek. When he was tired, he would sleep in her shade. അതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും അല്ലേ? ഒളിച്ചേ കണ്ടേ കളിക്കും. ക്ഷീണിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? മരത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങും. അതാണ് ഒന്നാമത്തെ ഭാഗത്തെ 4 പിക്ചേഴ്സായിട്ട് തന്നിരിക്കുന്നത്. See the next part. The boy loved the tree very much. The tree was very happy. ഈ കുട്ടിക്ക് മരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മരത്തിനാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. Time went by. കാലം കടന്നുപോയി. The boy grew up. ഈ കുട്ടി വലുതായി. The tree was often alone. പലപ്പോഴും മരം തനിച്ചായിരുന്നു. Often എന്ന് പറഞ്ഞാൽ പലപ്പോഴും. One day he came back to the tree. ഒരു ദിവസം, അപ്പോൾ കുട്ടി വലുതായപ്പോൾ അങ്ങനെ അടുത്തടുത്ത് എപ്പോഴും വരാറില്ല. ഒരു ദിവസം ഈ കുട്ടി വലുതായല്ലോ. അപ്പോൾ ഒരു പിക്ചറിൽ നോക്കിയാൽ 7th പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു വലിയ കുട്ടിയായിട്ടുണ്ട്. അവൻ ഒരു ദിവസം മരത്തിൻ്റെ അടുക്കൽ വന്നു. Come dear, climb up my trunk and swing from my branches, eat my fruits and play in my shade, the tree told him. മരത്തിന് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഭയങ്കര സന്തോഷം മരത്തിന്. അപ്പോൾ മരം പറയാണ്, വരൂ വരൂ, എൻ്റെ മരത്തിൽ കയറൂ, ഇവിടെ ഊഞ്ഞാലാടൂ, ഈ ഫ്രൂട്ട്സ് കഴിക്കൂ, ഈ തണലത്ത് കളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എന്താ പറയണേ? I am too big to climb and play. I want to buy things and have fun. Can you give me some money? The boy asked. കുട്ടി പറയാണ്, ഞാനിപ്പോൾ മരത്തിൽ കയറി കളിക്കുന്ന പ്രായമൊക്കെ വിട്ടു, ഞാൻ വലുതായി, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് കളിക്കാനൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം, എനിക്ക് കുറച്ച് കാശ് തരാമോ എന്ന് കുട്ടി മരത്തോട് ചോദിക്കുന്ന ഭാഗമാണ് 8ാമത്തെ പിക്ചർ വരെയുള്ളത് കേട്ടോ. See the next picture. I'm sorry, I have no money. I have only leaves and fruits. Take my fruits and sell them in the city, said the tree. He climbed up, gathered her fruits and carried them away. The tree was happy. അപ്പം മരം പറയാണ്, അയ്യോ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ, എനിക്ക് കുറച്ച് ഇലകളും ഫ്രൂട്ട്സും പഴങ്ങളും മാത്രമേ തരാനുള്ളൂ, ഇതൊക്കെ എടുത്ത് ഈ പഴങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് നീ ടൗണിൽ കൊണ്ടുപോയി വിറ്റോളൂ, സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോളൂ. അങ്ങനെ മരം പറയാണ്. അപ്പോൾ എന്തായി? ഈ കുട്ടി എന്ത് ചെയ്തു? മരത്തിൽ കയറി. ഹി ക്ലൈംഡ് അപ്പ്, ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ്. അവളുടെ മരത്തിൽ നിന്നുള്ള പഴങ്ങളൊക്കെ പറിച്ചു. എന്നിട്ട് അതെല്ലാം ചുമന്നുകൊണ്ട് പോയി. അതെല്ലാം കൊണ്ടുപോയി എവിടേക്ക്? സിറ്റിയിലേക്ക് വിൽക്കാനായിട്ട്. അപ്പോൾ മരത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആർക്ക് സന്തോഷമായി? കുട്ടിക്ക് സന്തോഷമായി എന്നാണോ പറയുന്നത്? അല്ല, മരത്തിന് സന്തോഷമായി. മരത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. One day the boy who had now become a man returned and the tree shook her leaves with joy. Come and play with me, cried the tree. അപ്പോൾ പിന്നെ കുറേ കാലം ഈ കുട്ടി മരത്തിൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ ഈ കുട്ടി വലുതായി ഒരു നല്ല വലിയ ആളായി മാറി.
വലിയൊരു മനുഷ്യനായി. അപ്പോൾ അദ്ദേഹം ആ വഴിക്ക് നടന്നു വരുമ്പോൾ മരത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മരത്തിന് ഭയങ്കര സന്തോഷം. മരം തൻ്റെ ഇലകളൊക്കെ ആട്ടി ഇളക്കിക്കൊണ്ട് സന്തോഷത്തോടെ വിളിച്ചു, വരൂ എൻ്റെ കൂടെ കളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ സന്തോഷത്തോടെ മരം വിളിക്കുകയാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ, എനിക്ക് സമയമില്ല കളിക്കാൻ. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊരു വീട് വെക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ, മരമേ നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ, അദ്ദേഹം ചോദിക്കുകയാണ്. ഐ ഹാവ് നോ ഹൗസ് ടു ഗീവ് യു, ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ് സെഡ് ദ ട്രീ. അപ്പം മരം പറയാണ്, അയ്യോ എനിക്ക് വീടൊന്നും ഇല്ലല്ലോ തരാനായിട്ട്, ഈ കാടാണ് എൻ്റെ വീട്. നിനക്ക് എൻ്റെ മരത്തിൻ്റെ ചില്ലകളൊക്കെ മരത്തിൻ്റെ ചില്ലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വീട് പണിയാനായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് മരം പറയാണ്. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം അവേ. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. അപ്പോൾ മരത്തിൻ്റെ ബ്രാഞ്ചസൊക്കെ കൊമ്പുകളൊക്കെ വെട്ടി ഇദ്ദേഹം കൊണ്ടുപോവാണ്. അപ്പോൾ മരത്തിന് ഭയങ്കര സന്തോഷമാവാണ്. അടുത്ത ഭാഗം നോക്കൂ. Again he stayed away for a long time. When he came back, the tree was so happy she could hardly speak. Come and play with me, the tree whispered. അപ്പോൾ വീണ്ടും ഈ മരത്തിൻ്റെ അടുക്കിലേക്ക് ഇദ്ദേഹം കുറേ നാളത്തേക്ക് വന്നില്ല. കുറേ നാളത്തേക്ക് എന്ന് പറയുമ്പോൾ ടൈം വെൻറ്റ് ബൈ, കാലം കടന്നു തന്നെ പോയി. ഇദ്ദേഹം പെട്ടയൊക്കെ ആയി, പ്രായമായി. ഒരു ദിവസം ഇദ്ദേഹം ഈ മരത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ മരത്തിന് ഭയങ്കര സന്തോഷം. മരത്തിന് സംസാരിക്കാൻ പറ്റാത്ത വിധം അത്രയും സന്തോഷം തോന്നി. എന്നിട്ട് മരം പതുക്കെ വിളിക്കുകയാണ്, ശബ്ദം പുറത്തേക്ക് വരണില്ല. കം ആൻഡ് പ്ലേ വിത്ത് മീ, വരൂ എൻ്റെ കൂടെ കളിക്കാം എന്ന് മരം വിളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഐ എം ടു ഓൾഡ് ടു പ്ലേ, എനിക്ക് പ്രായമായി, കളിക്കാനുള്ള പ്രായമൊക്കെ വിട്ടു, ഞാൻ വയസ്സായി. ഐ വോണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ, എനിക്കിപ്പോൾ ഒരു വള്ളം വേണം, ഒരു ബോട്ട് വേണം, ഇവിടെ നിന്ന് ദൂരേക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ക്യാൻ യു ഗീവ് മീ എ ബോട്ട്, എനിക്കൊരു വള്ളം തരാമോ, ദ മാൻ ആസ്ക്ഡ്. അങ്ങനെ ഇദ്ദേഹം ചോദിക്കുക. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്, യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി സെഡ് ദ ട്രീ. അപ്പം മരം പറയാണ്, എൻ്റെ തടി വെട്ടിയെടുത്തിട്ട് നിനക്കൊരു വള്ളം ഉണ്ടാക്കിക്കൂടെ, അപ്പം നിനക്ക് ദൂരേക്ക് യാത്ര ചെയ്യുകയും സന്തോഷമായിരിക്കുകയും ചെയ്യാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ മരത്തിൻ്റെ സന്തോഷം. അപ്പം എന്ത് ചെയ്തു? സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. ഹി വെൻറ്റ് സെയിലിംഗ് ആൻഡ് നെവർ ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. ഇദ്ദേഹം മരം പറഞ്ഞ പോലെ മരത്തിൻ്റെ തായ്തടി വെട്ടിയെടുത്ത ചിത്രത്തിൽ നോക്കിയാൽ അറിയാം കേട്ടോ. മരത്തിൻ്റെ തടി വെട്ടിയെടുത്ത് ഇദ്ദേഹം കൊണ്ടുപോയി വള്ളം പണിതു. ആ വള്ളത്തിൽ ഇദ്ദേഹം യാത്ര ചെയ്തു. കുറേ കാലത്തേക്ക് മരത്തിൻ്റെ അടുക്കിലേക്ക് വന്നേയില്ല. After a long time, look at the 16th picture. After a long time he came back again. കുറേ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഈ മരത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടായിരുന്നു. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗീവ് യു, മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. അപ്പോൾ മരം പറയാണ്, അയ്യോ എനിക്ക് സങ്കടമുണ്ട്, എനിക്കിപ്പോൾ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല എൻ്റെ കയ്യിൽ, എൻ്റെ ഫ്രൂട്ട്സൊക്കെ പോയി. ദ ട്രീ സെഡ് സാഡ്ലി. മരം വളരെ സങ്കടത്തിൽ പറയാം. മരത്തിന് എപ്പോഴായാലും ഇദ്ദേഹത്തിന് തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ മരത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക് സെഡ് ദ മാൻ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അത് കുഴപ്പമില്ല, എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, അതൊന്നും കഴിക്കാൻ പറ്റാത്ത വിധം പല്ലുകളൊക്കെ വയസ്സായില്ലോ ഞാൻ, പല്ലുകളൊക്കെ മൂർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കിപ്പോൾ ഒന്നും വല്ലതും കടിച്ച് തിന്നാനൊന്നും പറ്റില്ല, പല്ലൊന്നും ഇല്ല എന്ന് ഇദ്ദേഹം പറയാണ്. There is no more trunk for you to climb on, the tree said. അപ്പോൾ വീണ്ടും മരം പറയാണ്, ഇതാ മരമൊന്നുമില്ല, എനിക്ക് തടിയൊന്നുമില്ല നിനക്ക് കയറാനായിട്ട്. ഐ ആം ടു ഓൾഡ് ടു ക്ലൈംബ്, ദ മാൻ റിപ്ലൈഡ്. അപ്പോൾ ഇദ്ദേഹം പറയണോ, അയ്യോ മരമൊന്നും കയറാനൊന്നും ഇപ്പോൾ വയസ്സായി. അപ്പോൾ മരം പറയാണ്, ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗീവ് യു സംതിങ്. മരം പറയാണ്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് എന്തെങ്കിലും നിനക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റം, ഞാനിപ്പോൾ വെറും ഒരു മരക്കുറ്റി മാത്രമല്ലേ. ദ ട്രീ വാസ് വെരി സാഡ്. മരം വളരെ സങ്കടത്തോടെയാണ് ഇതൊക്കെ പറഞ്ഞത്. ഐ ഓൺലി നീഡ് എ ക്വൈറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്, ഐ എം വെരി ടയേർഡ് സെഡ് ദ മാൻ. അപ്പം ഇദ്ദേഹം പറയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട,
എനിക്കിപ്പോൾ ഒരു സമാധാനത്തിൽ ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു ഇടമാണ് വേണ്ടത്. ഐ ആം വെരി ടയർഡ്. ഞാൻ ആകെ ടയേർഡാണ്, ക്ഷീണിതനാണ്. എനിക്കൊന്ന് ഇരിക്കാൻ, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വേണ്ടത്. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. എങ്കിൽ വരൂ, വന്ന് എന്നേലിരിക്കൂ, എൻ്റെ മരക്കുറ്റിയിലിരിക്കൂ. ദ മാൻ സാറ്റ് ഡൗൺ. അദ്ദേഹം വന്ന് ആ മരത്തിലിരിക്കുന്നത് കണ്ടോ, മരക്കുറ്റിയിലിരിക്കുന്നത് കണ്ടോ. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗെയിൻ. അപ്പോൾ മരത്തിന് വീണ്ടും സന്തോഷമായി, കാരണം അവസാന ശ്വാസം വരെ ആ മരം ഗിവിങ് ആണ് അല്ലേ, കൊടുത്തുകൊണ്ടേയിരുന്നു. അവസാനത്തെ ആ മരക്കുറ്റി വരെ ഉപയോഗപ്രദമായി ഒരു മനുഷ്യന് അല്ലേ, തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് ഉപകാരപ്രദമായി. അപ്പോൾ ഇവിടെ നമുക്ക് ഓഥർ ഷെൽഡൻ അലൻ സിൽവർസ്റ്റെയിൻ പറയുന്നു, നെവർ ഫോർഗെറ്റ് ദോസ് ഹൂ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അസ്. നമ്മളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ഒരിക്കലും മറക്കരുത് എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ദ ഗിവിങ് ട്രീ എന്നുള്ള ആ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. ഷെൽഡൻ അലൻ സിൽവർസ്റ്റെയിൻ വാസ് ആൻ അമേരിക്കൻ റൈറ്റർ, പോയറ്റ്, കാർട്ടൂണിസ്റ്റ്, സിംഗർ, സോങ് റൈറ്റർ, മ്യൂസീഷ്യൻ ആൻഡ് പ്ലേ റൈറ്റർ. അപ്പോൾ അമേരിക്കൻ റൈറ്ററാണ് ഇദ്ദേഹം. കവിയാണ്, കാർട്ടൂണിസ്റ്റാണ്, സിംഗറാണ്, അതുപോലെ തന്നെ പാട്ട് എഴുതും, മ്യൂസിക് കൊടുക്കും, അതുപോലെ പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമാറ്റിസ്റ്റ്, ഡ്രാമ എഴുതുന്ന വ്യക്തിയുമാണ്, നാടകം എഴുതുന്ന വ്യക്തിയുമാണ് അദ്ദേഹം. ഹി റോട്ട് അണ്ടർ ദ പെൻ നെയിം, ഒരു പെൻ നെയിമിലാണ് അദ്ദേഹത്തിൻ്റെ. ഷെൽഡൻ അലൻ സിൽവർസ്റ്റെയിൻ എന്ന പേരിലല്ല അദ്ദേഹം എഴുതിയിരുന്നത്, അങ്കിൾ ഷെൽബി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ രചിച്ചിരുന്നത്. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ആണുള്ളത്. ആക്ടിവിറ്റി 1, ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിങ് ട്രീ സ്യൂട്ടബിൾ ടു ദ സ്റ്റോറി. കഥയ്ക്ക് എത്ര അനുയോജ്യമാണ് ദ ഗിവിങ് ട്രീ എന്നുള്ള പേര് എന്നാണ് ചോദ്യം. അപ്പോൾ സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം, ദ ഗിവിങ് ട്രീ എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ ഗിവിങ് ട്രീ സ്യൂട്ടബിൾ ടൈറ്റിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹെഡിങ് കൊടുത്തു. നമുക്കറിയാം ദ ഗിവിങ് ട്രീ എന്നുള്ള ടൈറ്റിൽ വളരെ അനുയോജ്യമാണ് ഈ കഥയ്ക്ക്. എല്ലാം നൽകുന്ന ഒരു മരത്തെക്കുറിച്ചാണല്ലോ കഥ. അപ്പോൾ നോക്കാം, ദ ടൈറ്റിൽ ദ ഗിവിങ് ട്രീ ഈസ് സ്യൂട്ടബിൾ ടു ദ സ്റ്റോറി. അപ്പോൾ ദ ഗിവിങ് ട്രീ എന്നുള്ള ടൈറ്റിൽ കഥയ്ക്ക് അനുയോജ്യമാണ്. ദ ട്രീ ഗീവ്സ് എവറിത്തിങ് ടു ദ മാൻ. ഈ മരം എല്ലാം ഈ വ്യക്തിക്ക് കൊടുക്കുന്നു. വെൻ ഹി വാസ് എ ചൈൽഡ് ദ ട്രീ ഗേവ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഈവൻ ഇറ്റ്സ് ഷെയ്ഡ് ടു പ്ലേ ആൻഡ് ടേക്ക് റെസ്റ്റ്. കുട്ടിയായിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് മരം എന്തൊക്കെ കൊടുത്തു? ഇലകളും ഫ്രൂട്ട്സും പഴങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ തണലുമൊക്കെ കളിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ നൽകി. ലേറ്റർ വെൻ ദ ബോയ് ആസ്ക്ഡ് മണി ദ ട്രീ ഗേവ് ഇറ്റ്സ് ഫ്രൂട്ട്സ് ടു സെൽ ഇൻ ദ സിറ്റി. പിന്നീട് ഈ കുട്ടി വലുതായി, ഇവൻ കുറച്ച് കാശ് ആവശ്യപ്പെട്ടപ്പോൾ മരം തൻ്റെ ഫ്രൂട്ട്സ് പഴങ്ങൾ കൊണ്ട് സിറ്റിയിൽ വിറ്റോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. വെൻ ഹീ ആസ്ക്ഡ് ഫോർ ബിൽഡിങ് എ ഹൗസ്, ഒരു വീട് പണിയണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴോ ദ ട്രീ ഗേവ് ഇറ്റ്സ് ബ്രാഞ്ചസ്, മരം തൻ്റെ ബ്രാഞ്ചസ് കൊടുത്തു. വെൻ ഹീ ബിക്കെയിം ഓൾഡ് ഹീ ലോങ്ഡ് ഫോർ ഗെറ്റിംഗ് എ ബോട്ട്, വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഒരു വള്ളം വേണമെന്ന് ആഗ്രഹമുണ്ടായി. ദ ട്രീ ഗേവ് ഇറ്റ്സ് ട്രങ്ക് ടു ബിൽഡ് എ ബോട്ട്, അപ്പോൾ മരം തൻ്റെ തായ്തടി ബോട്ട് ഉണ്ടാക്കാനായിട്ട് കൊടുത്തു. വെൻ ഹീ ബിക്കെയിം എൻ ഓൾഡ് മാൻ, വയസ്സായപ്പോഴോ ഹീ ടേക്സ് റെസ്റ്റ് ഓൺ ഇറ്റ്സ് സ്റ്റംപ്, അതിൻ്റെ കുറ്റിയുമോ വന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ദ ടൈറ്റിൽ ഷോസ് ദ സെൽഫ്ലെസ് നേച്ചർ ഓഫ് ദ ട്രീ ആൻഡ് ദ വാല്യൂ ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഈ ടൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ സെൽഫ്ലെസ്, ഒട്ടും സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഒപ്പം യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ കുറിച്ചുമാണ്, മഹത്വത്തെക്കുറിച്ചുമാണ് ഈ ടൈറ്റിൽ നമ്മളോട് സംസാരിക്കുന്നത്. See the next activity, activity 2. The tree invited the man to sit down and take rest on its stump. The man did so and started thinking about the tree. What would be his thoughts? അപ്പോൾ അവസാനം ആ മരക്കുറ്റിയിൽ വന്നിരിക്കുന്ന വ്യക്തി ആ മരത്തെക്കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത? അപ്പോൾ ദ തോട്ട് ഓഫ് ദ മാൻ ആണ് നമുക്ക് എഴുതേണ്ടത്. വാട്ട് എ ട്രൂ ഫ്രണ്ട് ദ ട്രീസ്. എന്ത് ട്രൂ ഫ്രണ്ടാണ്, വിശ്വസ്തനായ ഒരു സുഹൃത്താണ് ഈ മരം. ഇറ്റ് ഗേവ് മീ എവറിത്തിങ് ദാറ്റ് ഐ നീഡഡ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതെനിക്ക് തന്നു. ഹൗ മെനി ടൈംസ് ഐ പ്ലേഡ് വിത്ത് ഇറ്റ്. ഞാൻ എത്ര പ്രാവശ്യം ഇതിൻ്റെ കൂടെ കളിച്ചിരിക്കുന്നു. ഐ എയ്റ്റ് ഇറ്റ്സ് ഫ്രൂട്ട്സ്. ഞാൻ മരത്തിൻ്റെ പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഐ ക്ലൈംബ്ഡ് അപ്പ് ഇറ്റ്സ് ട്രങ്ക്. മരത്തിൽ കയറിയിട്ടുണ്ട്. ഐ യൂസ്ഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ടു സ്വിങ് ഓൾവേസ്.
ചില്ലകളിൽ എപ്പോഴും ഊഞ്ഞാലാടാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ചില്ലകളെ. ഐ റെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഷെയ്ഡ്, ഇതിൻ്റെ തണലിൽ ഞാൻ വിശ്രമിച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഇറ്റ് ഗേവ് മീ എവറിത്തിങ്, അവസാനം ഇതെല്ലാം എനിക്ക് തന്നു. ഇറ്റ്സ് ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ് ആൻഡ് ഈവൻ ഇറ്റ്സ് ട്രങ്ക്, ഇതിൻ്റെ പഴങ്ങളും ചില്ലകളും തായ്തടി വരെയും എനിക്ക് തന്നു. ഐ യൂസ്ഡ് ദ ട്രീ ഫോർ മേക്കിംഗ് മൈ ഹൗസ് ആൻഡ് ബോട്ട്, ഞാൻ ഈ മരത്തെ എൻ്റെ വീട് പണിയാനും വള്ളം പണിയാനും ഉപയോഗിച്ചു. ഡിഡ് ഐ ഗീവ് എനിത്തിങ് ബാക്ക്, ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുത്തോ? നോ. ഓ മൈ ട്രീ ഫോർ ഗീവ് മീ, എൻ്റെ മരമേ എന്നോട് ക്ഷമിക്കൂ. യു ടോട്ട് മീ ദ മീനിങ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്, യഥാർത്ഥ സൗഹൃദത്തിൻ്റെ അർത്ഥം നീ എന്നെ പഠിപ്പിച്ചു. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു, ഞാൻ നിന്നോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവനാണ്. മൈ ഡിയർ ഫ്രണ്ട് എന്ന് ആണ് ചിന്തിക്കുന്നത്. Next activity, here are some events from the story The Giving Tree. Rearrange the jumbled sentences in the correct order. ആക്ടിവിറ്റി 3 പറയുന്നത് ഈ പാഠഭാഗത്തെ കഥ ജംബിൾഡ് ഓർഡറിൽ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. കറക്റ്റ് ഓർഡറിൽ ആക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന സെൻറ്റൻസ് തന്നെ നമുക്ക് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ എന്ന്. രണ്ടാമത് വരുന്നതോ, മരത്തിൻ്റെ അടുത്ത് എപ്പോഴും കുട്ടി ഒന്ന് കളിക്കാറുണ്ടല്ലോ. രണ്ടാമത് എന്താണ്? ഹി എൻജോയ്സ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ്. 1 2 3 4 5-ാമത്തെയാണ് രണ്ടാമത്തെയായിട്ട് വരുന്നത്. മൂന്നാമത്തെ ആസ് ദ ബോയ് ഗ്രോസ് ഓൾഡർ ഹീ വിസിറ്റ്സ് ദ ട്രീ ലെസ് ഫ്രീക്വൻലി. വലുതായപ്പോൾ വല്ലപ്പോഴൊക്കെ വന്നിട്ടേ മരത്തിൻ്റെ അടുത്ത് കളിക്കാറുള്ളൂ. വൺ ഡേ ഹീ കംസ് ആൻഡ് ആസ് ദ ട്രീ ഫോർ മണി, ഒരു ദിവസം വന്നിട്ട് കാശ് ചോദിച്ചു. അത് 4-ാമത്തെ പോയിൻറ്റ്. 5-ാമത്തെ പോയിൻറ്റ് കാശ് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ദ ട്രീ ഗീവ്സ് ഹിം സം ഫ്രൂട്ട്സ് ടു സെൽ ഇൻ ദ സിറ്റി, ഫ്രൂട്ട്സ് കൊണ്ടേ വിറ്റോളാൻ പറഞ്ഞു. 6-ാമതോ ഹീ നീഡ്സ് എ ഹൗസ് ടു ലീവ് ഇൻ, പിന്നെ ഒരു വീടാണ് ആവശ്യം വന്നത്. അപ്പോൾ മരം എന്ത് കൊടുത്തു? ദ ട്രീ ആസ്ക് ഹിം ടു കട്ട് ഹർ ബ്രാഞ്ചസ്, അവളുടെ ബ്രാഞ്ചസ് വെട്ടിയെടുത്തോളാൻ പറഞ്ഞു. പിന്നെയോ ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദ മാൻ ഈസ് ഇൻ നീഡ് ഓഫ് എ ബോട്ട് ടു സെയിൽ അവേ, ഒരു വള്ളം ആവശ്യം വന്നു. അപ്പോൾ മരം തായ്തടി കൊടുത്തു അല്ലേ, 9-ാമത്തെ പോയിൻ്റായിട്ട് അതാണ് ഇവിടെ പറയുന്നത്. ദ ട്രീ ഓഫേഴ്സ് ഇറ്റ്സ് ട്രങ്ക് ടു മേക്ക് എ ബോട്ട്. 10-ാമത്തെ ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ നൗ എ സ്റ്റംപ്, ഇപ്പോൾ സ്റ്റമ്പായ വെറുമൊരു മരക്കുറ്റിയായ ആ മരത്തിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം വരുന്നതാണ് 10-ാമത്തെ. ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ നൗ എ സ്റ്റംപ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ദ ട്രീ സേസ് പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പോൾ മരം പറയാണ്, വരൂ ഇവിടെ ഇരുന്ന് വിശ്രമിക്കൂ എന്ന് പറയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അങ്ങനെ 11 പോയിന്റുകളായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് കൃത്യമായ ഓർഡറിൽ എഴുതിയിരിക്കുന്നു. നോക്കൂ. ഇനി അവസാനത്തെ ആക്ടിവിറ്റി, പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. അത് നമ്മുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഒരു പാവനാടകം അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആക്ടിവിറ്റി 4 പറഞ്ഞിരിക്കുന്നത്. ഈ കഥാപാത്രങ്ങൾ മെയിനായിട്ട് 2 അപ്പോൾ അത് വെച്ചിട്ടൊരു പാവനാടകം രൂപപ്പെടുത്തു, ചിട്ടപ്പെടുത്തു, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ മക്കളെ നന്നായി പഠിക്കുക. ഇതിലെ 3 ആക്ടിവിറ്റീസിൽ 3-ാമത്തെ ആക്ടിവിറ്റി ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് കറക്റ്റ് ഓർഡറിൽ തന്നിരിക്കുന്നത് കണ്ടോ, അത് ബൈഹാർട്ട് ചെയ്താൽ തന്നെ ഈ പാഠത്തിൻ്റെ കഥാതന്തു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.